ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാനിറ്ററി കെമിസ്ട്രി എക്സാമിൻ്റെ അഡിക്റ്റീവ്സ് ആൻഡ് പ്രിസർവേറ്റീവ്സ് എന്ന് പറയുന്ന രണ്ട് ടോപ്പിക്കിനെ കുറിച്ചുള്ള MCQs ആൻഡ് PYQs ആണ്. ഇത് നമ്മുടെ Day 4 ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അതിനു മുന്നേ എല്ലാവരും ഓർക്കുക, നമ്മുടെ സാനിറ്ററി കെമിസ്ട്രി എക്സാം നടക്കുന്നത് June 13 ഓക്കെ, അപ്പോൾ അതിലെ സിലബസിലെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കെമിസ്ട്രി ഇൻ എവറി ഡേ ലൈഫാണ്. ഹൗസ് ഹോൾഡ് മെറ്റീരിയൽ നമ്മൾ കംപ്ലീറ്റ് ആയി പഠിച്ചു Day 1-ലും 2-ലും 3-ലും ആയിട്ട്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് പോയിന്റ് ആയിട്ടുള്ള ഫുഡ് ഇൻഡസ്ട്രിയാണ്. അതിൽ വരുന്ന രണ്ട് ഭാഗങ്ങളാണ് അഡിക്റ്റീവ്സ് ആൻഡ് ഫുഡ് പ്രിസർവേറ്റീവ്സ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇന്ന് നമുക്ക് നോക്കാം. First question, which of the following type of food additive is sodium benzoate? Options: nutritional supplements, fat emulsifiers and stabilizing agents, antioxidants, food preservatives. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഏത് വിഭാഗത്തിലാണ് നമ്മുടെ സോഡിയം ബെൻസോവേറ്റ് വരുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ അറിയേണ്ട കാര്യം, ഫുഡ് അഡിക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നതാണ് ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജൻറ്റ്സ്, ഫാറ്റ് എമൽസിഫയേഴ്സ്, ദെൻ സ്റ്റെബിലൈസിങ് ഏജൻറ്റ്സ്, ആൻറ്റി ഓക്സിഡൻറ്റ്സ്, ഫുഡ് പ്രിസർവേറ്റീവ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഫുഡ് അഡിക്റ്റീവ്സ് എന്ന് പറയുന്ന സെഷൻ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഫുഡ് പ്രിസർവേറ്റീവ്സ്. എന്താ ഫുഡ് പ്രിസർവേറ്റീവ്സിൻ്റെ പ്രത്യേകത? സബ്സ്റ്റൻസ് വിച്ച് പ്രിവെൻറ്റ് ദ സ്പോയിലേജ്, നശിച്ചു പോവുക, കേട് വന്നു പോവുക, പൂപ്പലായി പോവുക അല്ലേ, അങ്ങനെയുള്ള സ്പോയിലേജിന് കാരണമായിട്ടുള്ള ചില ഫുഡുകളുണ്ട്. സ്പോയിലേജ് വരുത്തുന്ന മൈക്രോ ഓർഗാനിസം ഉണ്ട്. അങ്ങനെയുള്ള മൈക്രോബിയൽ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ഫുഡ് പ്രിസർവേറ്റീവ്സ് എന്ന് പറയുന്നത്. സബ്സ്റ്റൻസ് വിച്ച് പ്രിവെൻറ്റ് ദ സ്പോയിലേജ്. എങ്ങനെയാണ്? മൈക്രോബിയൽ ഗ്രോത്തിൻ്റെ എന്താ പറയുക, ആ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ഫുഡ് പ്രിസർവ് ചെയ്യുക. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന കെമിക്കലാണ് ഫുഡ് പ്രിസർവേറ്റീവ്സ്. അതിൽ വരുന്നതാണ് നമ്മുടെ സോഡിയം ബെൻസോവേറ്റ്. മനസ്സിലായോ? സോഡിയം ബെൻസോവേറ്റ് മാത്രമൊന്നുമല്ല, ഇപ്പോൾ ഷുഗർ നമ്മൾ ഫുഡ് പ്രിസർവേറ്റീവായിട്ട് യൂസ് ചെയ്യും, സോൾട്ട് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ സോഡിയം ബെൻസോവേറ്റും യൂസ് ചെയ്യാറുണ്ട്. എന്താ ലക്ഷ്യം? പ്രിവെൻറ്റ് മൈക്രോബിയൽ ഗ്രോത്ത്. മൈക്രോബിയൽ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഫുഡിനെ പ്രിസർവ് ചെയ്യുക, മറക്കരുത് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ആൻറ്റി ഓക്സിഡൻസ്, ഇതിൻ്റെ പ്രത്യേകത എന്താ? പേര് പോലെ തന്നെ പ്രിവെൻറ്റ് ഓക്സിഡേഷൻ, ഓക്സിഡേഷനെ പ്രിവെൻറ്റ് ചെയ്യുക, പ്രിവെൻറ്റ് ഓക്സിഡേഷൻ. അതിനാണ് നമ്മൾ ഈ ആൻറ്റി ഓക്സിഡൻസ് ഉപയോഗിക്കുന്നത്. അതിൽ കുറേ ടൈപ്പ് വരുന്നുണ്ട്. എക്സാമ്പിൾസൊക്കെ ഒത്തിരി BHT, അതുപോലെ BHT വരുന്നുണ്ട്, BHA വരുന്നുണ്ട്. ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. എന്താ BHT എന്നൊക്കെ പറഞ്ഞാൽ? ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി ടോളുവിൻ. BHA എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി അനിസോൾ. ഇതൊക്കെ ആൻറ്റി ഓക്സിഡൻസിന് എക്സാമ്പിളാണ്. നമ്മൾ FS ഒക്കെ പഠിക്കുമ്പോൾ ഓർക്കുന്നുണ്ടാവും, കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. ഇനി ഫാറ്റ് എമൽസിഫയേഴ്സ്, എമൽസിഫയറൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അതുപോലെ തന്നെ സ്റ്റെബിലൈസിങ് ഏജൻസി. ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നറിയോ? നമ്മളെ സബ്സ്റ്റൻസിന് നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ, ഡിസൈഡ് കൺസിസ്റ്റൻസി കിട്ടാനൊക്കെ വേണ്ടി ആഡ് ചെയ്യുന്നതാണ്. ലെസിത്തിൻ കേട്ടിട്ടില്ലേ? ലെസിത്തിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എമൽസിഫയർ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് ലെസിത്തിൻ. ഓക്കെ, അപ്പോൾ എമൽസിഫയറും സ്റ്റെബിലൈസിങ് ഏജൻസും എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സബ്സ്റ്റൻസ് ആഡഡ് ടു ഫുഡ് പ്രോഡക്ട്സ് ടു ഗീവ് ടെക്സ്ചർ, നല്ലൊരു ടെക്സ്ചർ കിട്ടാനും ഡിസൈഡ് കൺസിസ്റ്റൻസി കിട്ടാനും വേണ്ടിയാണ് എമൽസിഫയേഴ്സും സ്റ്റെബിലൈസിങ് ഏജൻസും ആഡ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് നമ്മുടെ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. അതായത് സ്വീറ്റസ്റ്റ് ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് ഈ ഒരു വിഭാഗത്തിൽ പറയേണ്ടതല്ല, ഡയറ്ററി സപ്ലിമെൻറ്റ്സ് ആണ്. അത് ഇപ്പോൾ വിറ്റാമിൻ, മിനറൽസ്, അതൊക്കെയാണ് ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് സോഡിയം ബെൻസോവേറ്റ് ഉൾപ്പെടുന്നത് ഫുഡ് പ്രിസർവേറ്റീവിലാണ്. പ്രിവെൻറ്റ് മൈക്രോബിയൽ ഗ്രോത്ത്. ഇനി ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Chemicals generally used as food preservatives are: options: sodium bicarbonate and sodium benzoate,
ടാർട്ടാറിക് ആസിഡ് ആൻഡ് സോഡിയം സൾഫേറ്റ്, സോഡിയം ബൈകാർബണേറ്റ് ആൻഡ് സോഡിയം സൾഫേറ്റ്, സോഡിയം മെറ്റാബൈസൾഫേറ്റ് ആൻഡ് സോഡിയം ബെൻസോയേറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് കണ്ണും പൂട്ടി പറയാൻ പറ്റും. ഫുഡ് പ്രിസർവേറ്റീവ് എന്ന വിഭാഗത്തിൽ കോമണായി വരുന്നതാണ് സോഡിയം ബെൻസോയേറ്റ്, അതുപോലെ തന്നെ വരുന്നതാണ് സോഡിയം മെറ്റാബൈസൾഫേറ്റ്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. എന്താണ് ക്വസ്റ്റ്യൻ? കെമിക്കൽസ് ജനറലി യൂസ്ഡ് ആസ് ഫുഡ് പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത് സോഡിയം മെറ്റാബൈസൾഫേറ്റും സോഡിയം ബെൻസോയേറ്റും ആണ് അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ കോമൺ പ്രിസർവേറ്റീവിൽ ഉൾപ്പെടുന്ന ആളുകളാണ് നമ്മുടെ സോഡിയം ബെൻസോയേറ്റും സോഡിയം മെറ്റാബൈസൾഫേറ്റും. സോഡിയം ബെൻസോയേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ നിങ്ങൾക്ക്? അതൊരു ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഉള്ളതാണ്. സോഡിയം ബെൻസോയേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഉള്ളതാണ് ഈ സോഡിയം ബെൻസോയേറ്റ് എന്ന് പറയുന്നത്. അത് ഈ ഫുഡിനുള്ളിലോട്ട് കയറിക്കഴിഞ്ഞാൽ ഫുഡിൻ്റെ pH ഒക്കെ ബാലൻസ് ചെയ്യും. pH ഉണ്ടല്ലോ, pH ബാലൻസ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് അസിഡിറ്റി ഒക്കെ കൂടും. അസിഡിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. pH ബാലൻസ് ചെയ്യും, അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും. അങ്ങനെ നമ്മൾ പ്രിസർവ് ചെയ്യും, ഫുഡിനെ പ്രിസർവ് ചെയ്യും. അതാണ് അവിടെ ആക്ഷൻ വരുന്നത് കേട്ടോ. പിന്നെ വേറെയും കുറേ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. അതേപോലെ തന്നെ സോഡിയം മെറ്റാബൈസൾഫേറ്റും ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. സോഡിയം മെറ്റാബൈസൾഫേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഈ സോഡിയം ബെൻസോയേറ്റിന് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. കൂടാതെ pH ബാലൻസ് ചെയ്തിട്ട് അസിഡിറ്റിനെ ഇൻക്രീസ് ചെയ്ത് ഫുഡിനെ പ്രിസർവ് ചെയ്യും. അതിനുള്ള കഴിവ് കൂടി ഉണ്ട്. പിന്നെ ഇവിടെ വരുന്ന ആൾക്കാരാണ് നമ്മുടെ സോഡിയം ബൈകാർബണേറ്റ്. ബൈകാർബണേറ്റിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഇതിനെ വിളിക്കുന്ന പേരാണ് ബേക്കിംഗ് സോഡ, അപ്പക്കാരം എന്നൊക്കെ പറയും അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല വീടുകളിലും ബേക്കറികളിലും ഒക്കെ കിട്ടുന്നതാണ് അല്ലേ ബേക്കിംഗ് സോഡ എന്നറിയപ്പെടുന്നത്. സോഡിയം ബൈകാർബണേറ്റ് ആണ്. ഇത് ലെവനിങ് ഏജൻ്റായിട്ടും ആൻറ്റാസിഡായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ വരുന്നത് സോഡിയം സൾഫേറ്റ്. സോഡിയം സൾഫേറ്റിൻ്റെ പ്രത്യേകത ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സൾഫേറ്റ് ഓഫ് സോഡ എന്ന്. മനസ്സിലായി? ഇത് ഫുഡ് പ്രോഡക്റ്റിലല്ല, മെയിനായിട്ട് ഗ്ലാസ്, ഡിറ്റർജൻറ്റ് അതുപോലെയുള്ള മറ്റ് കെമിക്കൽസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ടാർട്ടാറിക് ആസിഡിൻ്റെ പ്രത്യേകത ഇത് അസിഡുലൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ലൈം ഫ്ലേവേർഡ് ബീവറേജസിലൊക്കെ ടാർട്ടാറിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും കുറിച്ച് പറഞ്ഞല്ലോ. ബൈകാർബണേറ്റിനെ കുറിച്ച് പറഞ്ഞു, സോഡിയം ബെൻസോയേറ്റ് എന്താണെന്ന് പറഞ്ഞു, സോഡിയം സൾഫേറ്റ് പറഞ്ഞു, ടാർട്ടാറിക് ആസിഡിനെ കുറിച്ച് പറഞ്ഞു, സോഡിയം മെറ്റാബൈസൾഫേറ്റ് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യവും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങളാണ് പഠിക്കാൻ പറ്റുന്നത്. ഈ രീതിയിൽ വേണം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യാൻ എപ്പോഴും എക്സാമിന് കേട്ടോ. നമ്മുടെ ക്ലാസ്സിൻ്റെയും പ്രത്യേകത അതാണ്. ഒത്തിരി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കൂടുതലായിട്ട് കുറേ പഠിച്ചിട്ട് കാര്യമില്ല, ക്വസ്റ്റ്യൻ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In Food Safety and Standards, Food Product Standards and Food Additive Regulation 2011, the antibacterial polypeptide which is permitted as a preservative in cheese. അപ്പോൾ ഈ ഒരു റെഗുലേഷൻ പ്രകാരം എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഏത് സബ്സ്റ്റൻസ് ആണ് ചീസിൽ പ്രിസർവേറ്റീവായിട്ട് പെർമിറ്റ് ചെയ്തിരിക്കുന്നത്? ഏതാണ്? നൈസിനാണ്. ഇവിടെ നുക്കാസിൻ, നൈസിൻ, ബൈസിൻ, ലൈസോസൈം ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് പറയാവുന്ന ആൻസറാണ് നൈസിൻ എന്നത്. നൈസിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നിങ്ങളത് പഠിച്ച് വെക്കുക. നമ്മൾ ചീസിൻ്റെ പ്രിസർവേഷന് വേണ്ടിയിട്ട് പെർമിറ്റ് ചെയ്തിട്ടുള്ള ചില ഇതൊക്കെ നമുക്ക് പെർമിറ്റഡ് ആയിട്ടുള്ളൂ, അല്ലാത്തതൊക്കെ നിരോധിച്ചിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ചീസിൻ്റെ കേസിൽ പെർമിറ്റ് ചെയ്തിട്ടുള്ളതാണ് നൈസിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത pH കൂട്ടുക, റിഡോക്സ് പൊട്ടൻഷ്യൽ കുറയ്ക്കുക, അതായത് ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യുക. അതാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഷെൽഫ് ലൈഫ്, അതായത് കൂടുതൽ കാലം കേടുവരാതെ ഇരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് നൈസിൻ. ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ നൈസിൻ ഉള്ളത്. മനസ്സിലായോ? നൈസിൻ എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു പേരാണ് നിസാപ്ലിൻ. ഇങ്ങനൊരു പേരിലും നൈസിന് കാണാറുണ്ട്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നിസാപ്ലിൻ എന്ന പേരിലും കാണാം. പിന്നെ ഒരു നാച്ചുറൽ പ്രിസർവേറ്റീവ് ഓഫ് ചീസാണ് നമ്മുടെ ഈ നൈസിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്ലേവർ ചേഞ്ചിനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഷെൽഫ് ലൈഫ് ഓഫ് യോഗർട്ടിൻ്റെ കേസിൽ ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഈ നൈസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്പോയിലേജ് ഒക്കെ കുറക്കും, നല്ല ഫ്ലേവർ. യോഗർട്ടിന് സ്പോയിലേജ് പ്രിവെൻറ്റ് ചെയ്യൽ മാത്രമല്ല നല്ല ഫ്ലേവർ കൊടുക്കും, അതുപോലെ തന്നെ ആരോമ
നല്ല സ്മെല്ല് കൊടുക്കും, സ്പോയിലേജ് പ്രിവെൻറ്റ് ചെയ്യും. അതിനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഷെൽഫ് ലൈഫും ഇൻക്രീസ് ചെയ്യും. ഇതിനൊക്കെ നൈസിൻ നമ്മളെ യോഗട്ടിനുള്ളിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നൈസിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിനായിട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇൻക്രീസ് ഷെൽഫ് ലൈഫ്, കൂടുതൽ ദിവസം കേടുകൂടാതെ ഇരിക്കുക എന്നുള്ളത്. അതായത് സ്പോയിലേജ്, ഈ തെർമോഫിലിക് മൈക്രോ ഓർഗാനിസം ഒക്കെയാണ് നമുക്ക് സ്പോയിലേജ് വരുത്തുന്നത്. കാൻഡ് ഫുഡിനകത്തൊക്കെ കാൻഡ് ഫുഡിൽ സ്പോയിലേജ് വരുത്തുന്നത് ആരാന്നറിയോ? തെർമോഫിലിക് മൈക്രോ ഓർഗാനിസം. അങ്ങനെയുള്ള ഈ മൈക്രോ ഓർഗാനിസത്തിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ നൈസിനുണ്ട്. അപ്പോൾ കാൻഡ് ഫുഡിനകത്തും യൂസ് ചെയ്യുന്നുണ്ട്. തെർമോഫിലിക് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുക, അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ നൈസിൻ്റെ ഡ്യൂട്ടിയാണ്. അകത്ത് വളരെയധികം യൂസ്ഫുള്ളാണ്. അതുപോലെ ചീസിലെ പെർമിറ്റഡ് ആയിട്ടുള്ള പ്രിസർവേറ്റീവാണ്. ക്ലിയർ ആയല്ലോ? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് യൂസ്ഡ് ആസ് ഫുഡ് പ്രിസർവേറ്റീവ്? ഓപ്ഷൻസ്: ആസ്പാർട്ടേറ്റ്, സാക്കറിൻ, സോഡിയം ബെൻസോയേറ്റ്, സൂക്രലോസ്, അലിറ്റൈൻ. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാവുന്ന ആൻസറാണ് സോഡിയം ബെൻസോയേറ്റ്. പിന്നെ എന്തിനാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടതെന്ന് വെച്ചാൽ ബാക്കി ഓപ്ഷൻസ് ഒന്നും നമുക്ക് പരിചയമില്ല അല്ലേ, അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സോഡിയം ബെൻസോയേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞത്? ഫുഡ് പ്രിസർവേറ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് മോൾഡ്, ഈസ്റ്റ് അങ്ങനെയുള്ളതിൻ്റെ ഒക്കെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യും. ആരുടെയൊക്കെ ഗ്രോത്തിനെയാണ്? മോൾഡ്, അതുപോലെ ഈസ്റ്റ്. ഈ അസിഡിക് ഫുഡിലാണ് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫുഡ് പ്രിസർവേറ്റീവ് ആണ്. ഇറ്റ് പ്രിവെൻറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് മോൾഡ്, ഈസ്റ്റ് ആൻഡ് സം ബാക്ടീരിയാസ് ഇൻ അസിഡിക് ഫുഡ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സോഡിയം ബെൻസോയേറ്റ് ഉപയോഗിക്കും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ചെറിയ ലോ കോൺസെൻട്രേഷനിൽ നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫുഡിൻ്റെ ടേസ്റ്റിനെ ഒന്നും ഇത് ബാധിക്കില്ല. അതുപോലെ സ്മെല്ല്, ടേസ്റ്റ് അതിനൊന്നും ബാധിക്കില്ല. അത് ആ ഒരു പ്രത്യേകത കൊണ്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ലോ കോൺസെൻട്രേഷനിൽ ഈ സോഡിയം ബെൻസോയേറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഡസൻ എഫക്ട് ദ ടേസ്റ്റ് ഓർ സ്മെൽ ഓഫ് ഫുഡ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് വളരെ സേഫായിട്ട് തന്നെ ഫുഡ് പ്രോഡക്റ്റിനകത്ത് സോഡിയം ബെൻസോയേറ്റിനെ ഉപയോഗിക്കാം. അതുകൊണ്ടാണ് കോമൺ ആയിട്ട് ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നത്. ഇനി അഡീഷണലി നമുക്ക് പറയാനുള്ളത് ആസ്പാർട്ടേറ്റ്. എന്താ ആസ്പാർട്ടേറ്റ് എന്ന് പറഞ്ഞാൽ? ഇതൊരു അമിനോ ആസിഡാണ്. ആസ്പാർട്ടേറ്റിൻ്റെ പ്രത്യേകത, ഇതൊരു അമിനോ ആസിഡാണ്. പിന്നെ വരുന്നത് സാക്കറിൻ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറാണ് കേട്ടോ. ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സാക്കറിൻ. പിന്നെ സൂക്രലോസ്, അതും ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷുഗറിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്, ഓർത്ത് വെച്ചോളൂ കേട്ടോ. സൂക്രലോസ് ഡിറൈവ് ചെയ്യുന്നത് ഷുഗറിൽ നിന്നാണ്, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറാണ്. അലിറ്റൈം എന്ന് പറയുന്നത് ഹൈ ഇൻറ്റൻസിറ്റി സ്വീറ്റ്നറാണ് കേട്ടോ, ഓർത്ത് വയ്ക്കുക. സ്വീറ്റ്നറായിട്ടാണ് നമ്മൾ ആസ്പാർട്ടേറ്റ്, അമിനോ ആസിഡ്, സാക്കറിൻ സ്വീറ്റ്നറാണ്. സൂക്രലോസ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറാണ്. ആലിറ്റൈം എന്ന് പറയുമ്പോൾ ഹൈ ഇൻറ്റൻസിറ്റി സ്വീറ്റ്നറാണ്. സോഡിയം ബെൻസോയേറ്റ് ഫുഡ് പ്രിസർവേറ്റീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻസ് ക്ലിയർ ആയല്ലോ? ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ മെത്തേഡ് ഓഫ് പ്രിസർവിംഗ് ഫുഡ് by using high heat to prevent the growth of microorganism. Options: radiation, drying, by smoke, disinfection. എന്താ ചോദിച്ചിരിക്കുന്നത്? ഫുഡിനെ പ്രിസർവ് ചെയ്യുന്ന മെത്തേഡ് എന്താ അതിനായിട്ട് യൂസ് ചെയ്യുന്നത്? ഹൈ ഹീറ്റാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യുന്നു. ഇതിലേതാണ് ഈ പറയുന്ന മെത്തേഡ്? അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓരോ മെത്തേഡും എന്താണെന്ന്. അതിനുശേഷം ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ട കാര്യം, എന്തിനാണ് നമ്മൾ പ്രിസർവ് ചെയ്യുന്നത്? ഫുഡ് എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രിസർവ് ചെയ്യുന്നത്? അറിയാലോ, മെയിനായിട്ട് ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചില ജാം, പപ്പഡ്, പിക്കിള് അങ്ങനെയുള്ള കാര്യങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യും അല്ലേ. അതുപോലെ തന്നെ ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കേടുകൂടാതിരിക്കാനായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ ഉദ്ദേശിക്കുന്നത് എന്താ? ഷെൽഫ് ലൈഫ് കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന ഓരോ മെത്തേഡ് എന്താണെന്ന് നോക്കാം. റേഡിയേഷൻ്റെ പ്രത്യേകത, നമ്മൾ ഫുഡ് പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വേണ്ടി അപ്ലൈ ചെയ്യുന്നത് UV റേസ്, അതുപോലെ എക്സ് റേസ് ഒക്കെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്
എപ്പോഴും എക്സാമിന് FSOയുടെ എക്സാമിനൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. UV റേ, എക്സ്റേ ഒക്കെ യൂസ് ചെയ്തിട്ട് ഗാമ റേസ്, അതാണ് നമ്മുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള മൈക്രോബ്സ് പ്രസൻ്റ് ആയിട്ടുണ്ടാവുമല്ലോ ഫുഡിൽ, അതിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏത് മെത്തേഡാണ്? റേഡിയേഷൻ. പേര് പോലെ തന്നെ UV റേ, ഗാമ റേ, എക്സ്റേ ഒക്കെ യൂസ് ചെയ്തിട്ട് അൺവാണ്ടഡ് മൈക്രോബ്സിനെ നമ്മൾ കില്ല് ചെയ്യുന്നു. ഈ മെത്തേഡിൻ്റെ മറ്റൊരു പേരാണ് കോൾഡ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. അങ്ങനെയും ചോദിക്കാറുണ്ട്. കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്നറിയപ്പെടുന്നത് ഏത് മെത്തേഡാണ് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വെച്ചോളൂ. ഏതാണ്? റേഡിയേഷൻ. കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്നറിയപ്പെടുന്നത് റേഡിയേഷൻ. അടുത്തത് ഡ്രൈയിങ്. നമ്മൾ ഉണക്കുക അല്ലേ? ഇങ്ങനെ ഉണക്കുന്ന എന്തിനാ? വാട്ടർ റിമൂവ് ചെയ്യുക, ഫുഡിലെ വാട്ടർ റിമൂവ് ചെയ്യുക. അതിന് ഡീഹൈഡ്രേഷൻ എന്ന പേര് കൂടിയുണ്ട്. ഈ ഡ്രൈയിങ്ങിൻ്റെ പേരാണ് ഡീഹൈഡ്രേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ഉണക്കലൊക്കെ ഇല്ലേ നമ്മൾ യൂസ് ചെയ്യില്ലേ, അപ്പം ഉണക്കി യൂസ് ചെയ്യുക. അതായത് റിമൂവൽ ഓഫ് വാട്ടർ ഫ്രം ഫുഡ്, ഓൾസോ നോൺ ആസ് ഡീഹൈഡ്രേഷൻ. ഈ വാട്ടർ റിമൂവ് ചെയ്തിട്ട് സ്പോയിലേജ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഓൾഡ് മെത്തേഡാണ് ഡ്രൈയിങ് എന്ന് പറയുന്നത്. പണ്ട് മുതലേ ഉപയോഗിക്കുന്ന മെത്തേഡാണ് കേട്ടോ. പിന്നെ വരുന്നത് സ്മോക്കാണ്. സ്മോക്കിൻ്റെ പ്രത്യേകത നമ്മൾ പുകയിടുക എന്നൊക്കെ പറയില്ലേ, ഇതും ഡീഹൈഡ്രേഷൻ. ഫിഷിലും മീറ്റിലും ഒക്കെയാണ് സാധാരണയായിട്ട് ഈ മെത്തേഡ് യൂസ് ചെയ്യുക. ഫിഷിലും അതുപോലെ മീറ്റിലും യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സ്മോക്ക്. എന്താ ഉദ്ദേശിക്കുന്നത്? സ്പോയിലേജ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ആൻറ്റി മൈക്രോബിയൽ കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. ഈ നമ്മൾ വുഡ് സ്മോക്കിലൊക്കെ ഉണ്ടാവും ആൻറ്റി മൈക്രോബിയൽ കോമ്പൗണ്ട്സ് ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ സ്പോയിലേജ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ മെത്തേഡ് സ്മോക്ക് സാധാരണയായിട്ട് ഫിഷിലും മീറ്റിലാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത മെത്തേഡാണ് ഡിസിൻഫെക്ഷൻ. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഉപയോഗിക്കുന്നത് ഹൈ ഹീറ്റ് അപ്ലൈ ചെയ്തിട്ടാണ്. ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം പ്രിവെൻറ്റ് ചെയ്യുക തന്നെയാണ്. അതിനുവേണ്ടി ഹൈ ഹീറ്റാണ് ഉപയോഗിക്കുന്നത്. Using high heat to prevent the growth of microorganism is known as disinfection. മനസ്സിലായോ? It kills microorganism that cannot tolerate extreme temperature. ഈ ഹൈ ടെമ്പറേച്ചറിൽ എൻസൈംസ് ഒക്കെ അതിൻ്റെ ഫങ്ഷനിങ് സ്റ്റോപ്പ് ചെയ്യും ഹൈ ടെമ്പറേച്ചറിൽ. അങ്ങനെയാണ് നമ്മളിങ്ങനെ ഫുഡിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ പറയുമോ, ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? ഹൈ ഹീറ്റ് അപ്ലൈ ചെയ്തിട്ട് പ്രിവെൻറ്റ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്ന് വെച്ചാൽ ഈസി ആയിട്ട് പറഞ്ഞുകൂടെ? ഡിസിൻഫെക്ഷനാണ്. അപ്പോൾ മറക്കരുത്, ഡിസിൻഫെക്ഷൻ്റെ പ്രത്യേകത ഹൈ ഹീറ്റ് അപ്ലൈ ചെയ്യുക. സ്മോക്ക് എന്ന് പറഞ്ഞാൽ ഫിഷിലും മീറ്റിലാണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത്. ഡീഹൈഡ്രേഷൻ മെത്തേഡ് തന്നെയാണ്. ഡ്രൈയിങ് എന്ന് പറയുന്നത് നമ്മൾ റിമൂവൽ ഓഫ് വാട്ടർ, അതിനെ വിളിക്കുന്ന പേര് ഡീഹൈഡ്രേഷൻ എന്നാണ്. റേഡിയേഷൻ എന്ന് പറയുമ്പോൾ UV റേ, എക്സ്റേ, ഗാമ റേ പോലെയുള്ള റേഡിയേഷൻസ് അപ്ലൈ ചെയ്തിട്ട് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുക. കോൾഡ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്ന പേരിലും അറിയപ്പെടും. ഇതെല്ലാം എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്രിസർവേഷന് വേണ്ടിയിട്ട്, അതായത് ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പോർഷൻ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മുടെ ഇതിൻ്റെ ബാലൻസ് വരുന്നുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ അവിടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക്